പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞ് പോയി നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പെസഹ വ്യാഴാഴ്ച ഒരു വെളുത്ത തുണി നമ്മുടെ മേശയിലിട്ട് അലങ്കരിച്ച് 2 മെഴുതിരി കത്തിച്ചു വെച്ച് നിങ്ങൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ആരാധിക്കുക. നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി ഒരു വെള്ള വിരി നമ്മുടെ മേശയിൽ വിരിച്ച് ഒരു വിശുദ്ധ ബൈബിൾ വെച്ച് അപ്പുറത്തിപ്പുറത്ത് തിരി കത്തിച്ചു വെച്ച് ഇന്നത്തെ ദിവസം മുഴുവനും നമ്മൾ ആരാധനയിലായിരിക്കണം. ആ മേശപ്പുറ അവിടെ അലങ്കരിച്ച് വെക്കുമ്പോൾ അതിലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇന്ന് പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ പോകാൻ സാധിക്കാത്തവർക്കാണ് സിസ്റ്റർ പറയുന്നത്. നിങ്ങൾ പള്ളിയിൽ പോകണം. അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും ദേവാലയത്തിൽ ചെന്ന് ശാന്തമായിട്ടിരിക്കണം. മനോഹരമായി അലങ്കരിച്ച ദേവാലയത്തിൽ. അതിന് സാധിക്കാത്തവരെ വീട്ടിലിരുന്നു കൊണ്ട് ആരാധിക്കാനാണ് സിസ്റ്റർ പറയുന്നത്. രാത്രി ഭക്ഷണത്തിന് ശേഷം ജീവിത പങ്കാളികൾ തമ്മിൽ ഭാര്യ ഭർത്താവിന്റെ ഒരു ബേസിനിൽ നിങ്ങൾ വെള്ളമെടുത്ത് സോപ്പെടുത്ത് ഒരു തോർത്തുമുണ്ടെടുത്ത് ഭർത്താവിന്റെ കാല് കഴുകി തുടച്ച് നിങ്ങൾ മുത്തുക, ചുംബിക്കുക. അതുപോലെ ഭർത്താവ് ഭാര്യയുടെ 2 പാദങ്ങൾ കഴുകി സോപ്പ് കൊണ്ട് കഴുകി പാദം തോർത്തുമുണ്ടുകൊണ്ട് തുടച്ച് നിങ്ങൾ ആ പാദം ഭർത്താവ് ഭാര്യയുടെ പാദം ചുംബിക്കുക. മക്കൾ മാതാപിതാക്കളുടെ അപ്പന്റെയും അമ്മയുടെയും പാദങ്ങൾ കഴുകി ചുംബിക്കുക. മാതാപിതാക്കൾ മക്കളുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുക. ഇത് വിശുദ്ധ ബൈബിളിലോ അല്ലെങ്കിൽ തിരുസഭ നമ്മളോട് പറഞ്ഞതോ അല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഇത് നിങ്ങളുടെ തലമുറകളിലേക്ക് ഒരു പാരമ്പര്യമായി തീരട്ടെ. ക്ഷമിക്കാനും ക്ഷമ കൊടുക്കുവാനും ഈ ശുശ്രൂഷ, ക്ഷമയുടെ ശുശ്രൂഷ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെയധികം ആ കുടുംബത്തിലെ നമുക്കത് ചെയ്യുമ്പോൾ ഈശോ അവിടെ പെസഹായ്ക്ക് ചെയ്ത ഒരു ഫീൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് ഈ സമയം അല്പം കൂടിയുള്ള ഈ സമയം, കുറച്ച് സമയം നമുക്ക് യേശുവേ മാതാവേ എന്ന് പറഞ്ഞ് യേശുവേ മാതാവേ മാതാവേ